നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പലവിധ കാരണങ്ങളാൽ ഓരോ ദിനവും സംഘർഷഭരിതമായാണ് കടന്നുപോകുന്നത്. അല്പനേരം മനസ്സിന് ശാന്തത പകരാനും ചിത്തശുദ്ധി നൽകാനും നാമജപം പോലെ ഫലപ്രദമായ മറ്റു മാർഗമില്ല. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം.
ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ ശ്രീമാത എന്നാണ്. ശിശുഭാവനയോടെ പരാശക്തിയെ അമ്മയായി കണ്ട് ഈ മഹാസ്തോത്രം ജപിക്കാൻ ആർക്കും അവകാശമുണ്ട്. ലളിതാ സഹസ്രനാമ വ്യാഖ്യാനവുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വരി നമഃ. ധീരപുരുഷന്മാരാൽ ആരാധ്യയാണ് ദേവി എന്ന് പറയപ്പെട്ടു. വീരാരാധ്യ എന്നുള്ള നാമത്തിൽ വീര, ധീരസമർച്ചിത എന്നൊക്കെ പല നാമങ്ങളിൽ ഇങ്ങനെ വർണ്ണിച്ചു ദേവി. എന്തുകൊണ്ട് എന്നുള്ള കാരണം ഇവിടെ പറയുന്നു. ദേവി ഒരു സാധാരണ രൂപമല്ല, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ചെറിയ തത്വമല്ല. വിശ്വവ്യാപ്തയാണ്, എങ്ങും നിറഞ്ഞ ഒരു ചൈതന്യമാണ് ദേവി. അതിസൂക്ഷ്മമാണ് ദേവിയുടെ ഗതി. മഹാപുരുഷന്മാരൊക്കെ ഹംസങ്ങളെ പോലെ അത് പോകുന്ന വഴിയിൽ അതിൻ്റെ അടയാളങ്ങളൊന്നും നമ്മൾ കാണാറില്ല. അവരെ നോക്കി നമ്മൾ പറഞ്ഞു ചെന്നാൽ ആകാശത്തിൽ എത്രയോ ഉയരെ പറക്കുന്ന ഹംസങ്ങളുടെ പിറകെ പോകുന്ന കാക്കകളെ പോലെയാവും. നമുക്കത് അവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമൊക്കെ ദേവിയെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ദേവിക്ക് മഹാദേവി എന്നുള്ള പേര് ഉള്ളത്. ദേവി എന്തുകൊണ്ട് വീരാരാധ്യാവുന്നതെന്ന് ചോദിച്ചാൽ വിരാട് രൂപയാണ് ദേവി. പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ്. പഞ്ചീകരണം പ്രാപിച്ച പഞ്ചഭൂതങ്ങളായ സ്ഥൂല ലോകത്തിൽ അഭിമാനം വയ്ക്കുന്നതാണ് വിരാട് പുരുഷൻ എന്ന് വെച്ചാൽ എങ്ങും നിറഞ്ഞ ഒരു വ്യക്തി എന്നാണ്. അതിനെ സൂക്ഷ്മമായിട്ടുള്ള ജീവാത്മാക്കളിൽ അഭിമാനം വയ്ക്കുന്ന സമഷ്ടിയാണ് ഹിരണ്യഗർഭൻ, വൈശ്വാനരൻ, ഈശ്വരൻ എന്നൊക്കെ അനേക നാമങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു. ആ രൂപിണിയാണ് ദേവി എന്ന് വിരാട് രൂപ എന്നുള്ളതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. 878ാമത്തെ നാമമാണ് വിരജസ എന്നുള്ളത്. വി എന്നുള്ള വിശേഷണത്തിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. വിശേഷേണ എന്നുള്ള ഒരർത്ഥം, അതുപോലെ വിഗതം എന്ന് മറ്റൊരർത്ഥം. ഒന്ന് നിഷേധമാണ്, മറ്റൊന്ന് വിശേഷിപ്പിക്കുന്നതാണ്. വിരജസേ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ രജസ് ഇല്ലാത്തവൾ, രജസ് പോയവൾ, വിഗതമായ രജസ്സോട് കൂടിയവൾ. രജോ ഗുണം തമോ ഗുണം മുതലായതാണ് മനസ്സിൻ്റെ മാലിന്യങ്ങൾ, മനസ്സിൻ്റെ കളങ്കം, മനസ്സിൻ്റെ ദോഷം. അതൊന്നുമില്ലാത്തവൾ. വിരജ എന്ന് വെച്ചാൽ രജോ ഗുണം ഒട്ടുമില്ലാത്തവൾ എന്ന അർത്ഥം. വിരജ, വിപാപ്മ എന്നൊക്കെ മഹാനാരായണ ഉപനിഷത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നു. ഭഗവാന് കളങ്കങ്ങളില്ല, പാപങ്ങളില്ല, ദോഷങ്ങളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ വിശേഷേണ എന്നുള്ള അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ജലം, രജസ് എന്ന് വെച്ചാൽ വെള്ളം എന്നുള്ള അർത്ഥം. ജലമാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ആധാരം. അത് വിശേഷേണ ഉള്ളവൾ എന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായ ജലത്തിന് കാരണമായിട്ടുള്ളവൾ എന്ന് ഉള്ള അർത്ഥത്തിൽ, വിശേഷണ എന്നുള്ള അർത്ഥത്തിൽ വിരജസ എന്ന് പറയാം. അതുപോലെ ഉത്കൽ എന്ന് പറയുന്ന ദേശത്തിൽ വിരജ എന്നുള്ള ദേവിയുണ്ട് എന്നാണ് ഈ നാമത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. ആരുടെ കൃപ കൊണ്ടാണോ മൂകന് വാത്മിയാകാൻ പറ്റുന്നതും മുടന്തൻ മല കയറുന്നതും ആ സച്ചിദാനന്ദ സ്വരൂപത്തെ നമുക്ക് വണങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലെ 31ാമത്തെ അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. 31ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 24ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പതിതോ ഭുവ്യ അസൃങ്മൂത്രേ വിഷ്ഠാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേജ്ഞാനേ വിപരീതാം ഗതിം ഗതഃ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായി ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ ഭൂമിയിലേക്ക് വന്നതിനെ പറഞ്ഞു, ആ പ്രസവത്തെ പറഞ്ഞു. അപാനവായുവിനാൽ ശക്തമായി തള്ളപ്പെട്ട് തല തിരിഞ്ഞ് തല കീഴായി
വളരെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് പുറമേക്ക് വന്നു. എന്നിട്ട് ഭുവി പതിതഃ, ഭൂമിയിലേക്ക് വീണു. എങ്ങനെയാ? അസൃങ് മൂത്രേ വിഷ്ഠാ ഭൂരിവചേഷ്ടതേ. ഈ പ്രസവ സമയത്തും അസൃങ് മൂത്രേ, ചോരയിലും മൂത്രത്തിലൊക്കെ പുരണ്ടിട്ടാണ് കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. ചോരക്കുഞ്ഞ് എന്ന് പറയുമല്ലോ. അപ്പോൾ ചോരയും മലമൂത്രങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പം. ഇങ്ങനെ ഇതിനാലൊക്കെ ആവൃതനായിക്കൊണ്ട് വിഷ്ടഭൂ ഇവ, മലത്തിലെ പുഴുവിനെ പോലെ ചേഷ്ടതേ, അപ്പം പുറത്തേക്ക് വന്നിട്ട് അവിടെ കിടന്ന് പിടയ്ക്കുന്നു എന്നാണ്. ഈ അവസ്ഥയിൽ ജ്ഞാനേ ഗതേ വിപരീതാം ഗതിംഗതഃ രൂരൂയതി. ജ്ഞാനേ ഗതേ, ജ്ഞാനം പോയവനായിട്ട്, ജ്ഞാനം നഷ്ടപ്പെട്ട്, വിപരീതാം ഗതിം ഗതഃ, വിപരീതമായ ഗതിയെ, ജ്ഞാനത്തിന് വിപരീതമായിട്ടുള്ളത് അജ്ഞാനം, അജ്ഞാനത്തെ പ്രാപിച്ച് കരയുന്നു. അതായത് ആ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ജ്ഞാനം ഇപ്പം ഇല്ല, ആ ജ്ഞാനം നഷ്ടപ്പെട്ടു. ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്തുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം കൊണ്ടാണ് ഈ പ്രസവിച്ച സമയത്ത് കുട്ടികൾ കരയുന്നത് എന്നാണ് പറയുക. ഗർഭപാത്രത്തിൽ ഇരുന്നിരുന്ന സമയത്തുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട് രോരൂയതി, ആ കുട്ടിയെ കരഞ്ഞു, ആ കുട്ടി ഇതാ കരയുന്നു എന്നാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. 25-ാമത്തെ ശ്ലോകം. പരച്ഛന്തം ന വിദുഷ പുഷ്യമാണോ ജനേന സഹ അനഭിപ്രേതമാപന്നഃ പ്രത്യാഖ്യാതും അനീശ്വരഃ. പരച്ഛന്തം ന വിദുഷ ജനേന പുഷ്യമാണഃ, പരച്ഛന്തം ന വിദുഷ ജനേന പുഷ്യമാണഃ സഹ. പരച്ഛന്തം, അന്യൻ്റെ ഇംഗിതത്തെ, ന വിദുഷ അറിയാൻ കഴിയാത്ത, ജനേന ജനത്താൽ, പുഷ്യമാണഃ പോഷിപ്പിക്കപ്പെടുന്ന, സഹ അവൻ, അതായത് ഈ ജീവൻ, അനഭിപ്രേതം ആപന്നഃ പ്രത്യാഖ്യാതും അനീശ്വരഃ. അനഭിപ്രേതം, അനിഷ്ടമായതിനെ, ആപന്നഃ ലഭിച്ചിട്ട്, പ്രത്യാഖ്യാതും അനീശ്വരഃ അനിഷ്ടമായിട്ടുള്ളത് തനിക്ക് കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ കൂടി അശക്തനാകുന്നു എന്നർത്ഥം. അപ്പം പ്രസവിച്ച് വീണ വേളയിൽ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഇഷ്ടമുള്ളത് പറയാൻ, ഇഷ്ടമില്ലാത്തത് വേണ്ട എന്ന് പറയാൻ കുട്ടിക്കാവില്ല. വിശക്കുന്നുണ്ട്, എനിക്ക് പാല് വേണം എന്ന് പറയാൻ വയ്യ, കരയും. കരയുമ്പോൾ അമ്മ പലപ്പോഴും വിചാരിക്കും, അമ്മ അധികം വിപരീതമായിട്ടാണ് വിചാരിക്കുകയാണ്, വയറുവേദനയായിട്ട്. ഇത് രസമായിട്ട് ശ്രീധരാചാര്യർ ശ്രീധരീയത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വയറുവേദന ആകുമ്പോൾ, വയറുവേദന സഹിക്കാൻ വയ്യാതെ കുട്ടി കരയുമ്പോൾ അമ്മ എന്ത് കരുതും? വിശന്നിട്ടാണ് കരയുന്നതെന്ന്. എന്നിട്ട് മുലപ്പാൽ കൊടുക്കും. വിശന്ന് കരയുമ്പോഴോ വയറുവേദനയെ കൊണ്ടാണ് കരയുന്നതെന്ന് വിചാരിച്ചിട്ട് വേപ്പിൻ്റെ നീരും കൊടുക്കുന്നതാണ്. കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വയറുവേദനയായിട്ടാണ് ഞാൻ കരയുന്നതെന്ന്. അമ്മ മനസ്സിലാക്കില്ല. ചിലപ്പം വിശന്നിട്ടും ആവില്ല, വയറുവേദനയായിട്ടും ആവില്ല, കാലിൻ്റെ ഇടുക്കിലോ മറ്റോ ഉറുമ്പൊക്കെ കടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇതോട്ട് അമ്മ കാണില്ല. കുട്ടി അറിയുന്നത് വേണ്ട, അപ്പം പാലെടുത്ത് കൊടുക്കും. ഈ ഉറുമ്പ് ഇങ്ങനെ കടിച്ച് നിൽക്കുന്നുണ്ടാവും, ഉറുമ്പിനെ മാറ്റി തരാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ തീർത്തും അസ്വതന്ത്രനായി അവിടെ ഈ കുട്ടി വളർന്നു വരുന്നു എന്നാണ്. ഇനി ആ ജീവൻ്റെ വളർച്ചയെ പറഞ്ഞു വരികയാണ് അടുത്ത എപ്പിസോഡുകളിൽ. ആയത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം. പ്രഹ്ലാദന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ ഒരു വരം അഭ്യർത്ഥിച്ചത്. അത് ഇപ്രകാരവും: എന്തെങ്കിലും വേണമെന്ന തോന്നൽ ഉണ്ടാക്കാത്ത ഒരു വരം മതിയെന്ന്. അത്ഭുതപ്പെട്ട ഭഗവാൻ പ്രഹ്ലാദനിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സന്ധ്യാദീപത്തിൽ ഇനി ജ്യോതിർഗമയ. മോഡേൺ ആർട്ടിന് മാത്രമൊന്നുമല്ല അർത്ഥമുള്ളത്, മോഡേൺ ആർട്ട് മാത്രമല്ല മീനിങ് ഫുൾ ആയിട്ടുള്ളത്. നമ്മളുടെ സംസ്കൃതി മുന്നോട്ട് വെച്ചിട്ടുള്ള സകല ചിത്രങ്ങളും അതിന് അർത്ഥമുണ്ട്. അത് അന്ധവിശ്വാസത്തിൽ നിന്ന് ജനിച്ചതല്ല. ഇതുപോലെയാണ് മോഡേൺ ആർട്ട് ഉദാത്തമായിട്ടുള്ളത്. മോഡേൺ ആർട്ട് മോശമായിട്ടുള്ളതല്ല. മോഡേൺ ആർട്ട് ഏതുപോലെയാണോ ഉദാത്തമായിട്ടുള്ളത് അത്ര തന്നെ ഉദാത്തമാണ് ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വെച്ചിട്ടുള്ള ചിത്രങ്ങളും. അതുകൊണ്ട് ദേവിയുടെ നിറത്തിനു പോലും അർത്ഥവൈപുല്യമുണ്ട്. ആ ദേവിയുടെ നിറം കാണിക്കുന്നത് ആ മഹാശക്തി പ്രപഞ്ചാത്മികയാണ് എന്നാണ്. അപ്പോൾ പ്രപഞ്ചസ്വരൂപിണിയാണ് ദേവി എന്ന് ദേവിയുടെ നിറം കാണിക്കുന്നു. കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്ത് കാണിക്കുന്നു? എൻ്റെയും നിങ്ങളുടെയും നമ്മളോരോരുത്തരും നിസാരമാണെന്ന് കരുതുന്ന ജീവിതത്തെ ദേവി ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. എന്തിന്?
എന്താണ് ദേവീ ആയുധങ്ങളെ കൊണ്ട് ചെയ്യുന്നത്? ഭണ്ഡാസുരൻ്റെ വധം. അപ്പോൾ ഭണ്ഡാസുരവധം നിരന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദേവിയുടെ രൂപത്തിന് ഒരർത്ഥമുണ്ട്, രൂപമുണ്ട്. ആ ദേവിയെ ഞാനും നിങ്ങളും തമ്മിൽ നമുക്ക് തമ്മിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആ ദേവിയെ കാണാൻ സാധിക്കും. അതേ സമയത്ത് അത് അമൂർത്തമായിട്ടുള്ള ഒരു അർത്ഥതലത്തെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. നവീനാർക്കവർണ്ണാം നവീനേന്ദു ചൂടാം. പുതിയ ചന്ദ്രകല ദേവി എന്ത് ഭംഗിയായിരിക്കും. ദേവി അത് ദേവിയുടെ തിരുനെറ്റിയിൽ അണിയുകയാണ്. ഈ ചന്ദ്രികയെ ആരാധിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മളെല്ലാത്തിനെയും ആരാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരനല്ലാതെ വേറൊന്നിനെയും നമ്മുടെ സംസ്കൃതി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ. ഇത് വെറുതെ പറഞ്ഞാൽ വെറുതെ പറയാം, നമ്മളെല്ലാവരും സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ്. പക്ഷെ ഇത് ചെയ്യാൻ സാധിക്കണം നമുക്ക്. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നാം കരുതിയ ദേവീബിംബം മലം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയുമ്പോഴും സ്വർണം കൊണ്ടുണ്ടാക്കിയ ദേവീബിംബത്തെ തൊഴുത അതേ മനോഭാവത്തോടു കൂടി മലം കൊണ്ടുണ്ടാക്കിയ ദേവീബിംബത്തെയും ആർക്കാണോ തൊഴാൻ കഴിയുന്നത് അവർക്കു മാത്രമേ പ്രായോഗിക തലത്തിൽ ഈ അഭേദബോധമുണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തികളെ നിരന്തരമായിട്ടുള്ള അവയർനെസ്സിന്, റിഫ്ലക്ഷന്, പുനർവിചിന്തനത്തിന് നമ്മൾ വിധേയമാക്കുകയാണ് എങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡും നമ്മളുടെ ജീവിതവും തമ്മിൽ ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും ടാലി ചെയ്യുന്നില്ലെങ്കിൽ അഭേദതലത്തെപ്പറ്റി പറയുകയും ഭേദതലത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കറക്ഷൻ വരുത്താൻ സാധിക്കും വേറൊരാളുടെയും സഹായമില്ലാതെ. അതുകൊണ്ട് നമ്മളെല്ലാത്തിനെയും ആരാധിക്കും. നമുക്ക് ഇന്നത് മാത്രമേ ആരാധ്യമായിട്ടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് എന്തിനേയും ആരാധിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയാണ് ലോകത്തെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സംസ്കൃതി എന്ന് ഞാൻ കുറച്ച് നേരത്തെ പറയാൻ കാരണം. സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ഈശ്വരനെ പക്ഷിയായിട്ട് ആരാധിക്കണോ? ആരാധിക്കാം. ഈശ്വരനെ പാമ്പായിട്ട് ആരാധിക്കണോ? ആരാധിക്കാം. ഈശ്വരനെ മലയായിട്ട് ആരാധിക്കണോ? ആരാധിക്കാം. പുഴയായിട്ട് ആരാധിക്കണോ? ആരാധിക്കാം. മനുഷ്യനായിട്ട് ആരാധിക്കണോ? ആരാധിക്കാം. ഇനി ഇതൊന്നുമല്ലാത്ത രീതിയിൽ ആരാധിക്കണോ? അതുമാകാം. വേറെ ഏതു സംസ്കൃതിയിലാണ് ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക? എന്നിട്ടും ഇത്രയൊക്കെ സ്വാതന്ത്ര്യമുള്ള സംസ്കൃതിയെപ്പറ്റി നമ്മുടെ ബുദ്ധിജീവികൾ വളരെ നികൃഷ്ടമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്കിത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ട്. മനസ്സിലായിട്ടില്ല എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ലോ നമ്മൾ. അപ്പോൾ അവർക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ട്. ആ സ്ഥാപിത താല്പര്യത്തെ പുറത്തു കൊണ്ടുവന്നവരുടെ ഹിഡൻ അജണ്ടകളെ പൊളിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഇല്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം പത്മനാഭ ക്ഷേത്രം വ്യത്യസ്തതകളാൽ ശ്രദ്ധേയമാണ്. തടാകത്തിന് ഒത്തുനടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവലായി ഒരു മുതല. പച്ചിലമരുന്ന് കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച മഹാവിഷ്ണുവിൻ്റെ ഉപവിഷ്ട വിഗ്രഹമാണ് പ്രതിഷ്ഠ. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന.
കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ് sandhyadipam@amritatv.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.